എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആരാണ് മഹാത്മാഗാന്ധി, എന്തിനാണ് ഗാന്ധി ജയന്തി നാം ആഘോഷിക്കുന്നത്, എങ്ങനെയൊക്കെ ഗാന്ധി ജയന്തി ആഘോഷം അതിൻ്റെ പരിപൂർണതയിലേക്ക് നമുക്ക് എത്തിക്കാം എന്നീ 3 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവർക്കും ആദ്യമേ തന്നെ ഗാന്ധി ജയന്തിയുടെ ആശംസകൾ നേരുന്നു. ആദ്യമേ തന്നെ ആരാണ് മഹാത്മാഗാന്ധി എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടുനോക്കാം. മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച ഇന്ത്യൻ പേരുകളിൽ ഒന്നാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സംഭാവനകളും പ്രത്യയശാസ്ത്രങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യത്തിലും ഒരു പ്രധാന പങ്കുവഹിച്ചു. എല്ലാ വർഷവും ഒക്ടോബർ 2 ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. അഹിംസാത്മക പ്രതിരോധത്തിൻ്റെ ഗാന്ധിയൻ തത്വചിന്തയും അതിൻ്റെ പ്രസക്തിയും ലോകം മുഴുവൻ പ്രശംസിക്കുന്നു. ഗാന്ധിയോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആഘോഷിക്കുന്നു. ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിയെക്കുറിച്ചും നമ്മൾ എന്തിനാണ് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നതെന്നതിനെക്കുറിച്ചും കുറച്ചുകൂടി വ്യക്തമായി നമുക്കൊന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് കേട്ടുനോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണ് മഹാത്മാഗാന്ധി? 1869 ഒക്ടോബർ 2 ഇന്നത്തെ ഗുജറാത്തിലെ ഒരു തീരദേശ പട്ടണമായ പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കരംചന്ദ് പുത്ലിഭായ് ദമ്പതികളുടെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു. ബാല്യത്തിൻ്റെ തുടക്കത്തിൽ രാജാവ് ഹരിശ്ചന്ദ്രൻ്റെ കഥകളും സത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളും ഗാന്ധിജിയുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. പിന്നീട് 1888 അദ്ദേഹം ഇന്ത്യ വിട്ട് നിയമ പഠനത്തിനായി ലണ്ടനിലേക്ക് പോയി. 1891 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും 1893 ദക്ഷിണാഫ്രിക്കയിൽ ഒരു കേസ് നടത്താനായി അദ്ദേഹം തിരിച്ചുപോയി. ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ച 21 വർഷത്തെ നീണ്ട ജീവിതം അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും പുതിയൊരു കാഴ്ചപ്പാട് നൽകി. അവിടെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും ധാർമ്മികതയും രൂപപ്പെടുത്തി. സത്യാഗ്രഹം അഥവാ സത്യത്തിൽ ഉറച്ചു നിൽക്കൽ പോലുള്ള അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളും രീതിശാസ്ത്രങ്ങളും ഇന്ത്യക്കാർക്കും ആഫ്രിക്കക്കാർക്കുമെതിരായ വിവേചനത്തിനെതിരെ പോരാടുന്നതിനിടയിലാണ് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് രൂപപ്പെട്ടത്. ചരിത്രകാരനായ ആർതർ എൽ ഹെർമനെ ഉദ്ധരിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ അനുഭവങ്ങൾ അദ്ദേഹത്തെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിസ്സഹകരണവാദിയാക്കി മാറ്റി. 1915 ദക്ഷിണാഫ്രിക്കയിലെ തൻ്റെ പ്രവർത്തനത്തിലൂടെ നേടിയ പ്രശസ്തിയുമായി ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇതിനകം തന്നെ സുപരിചിതമായിരിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിക്ക് വലിയൊരു പങ്കുണ്ട്. അഹിംസ, സത്യാഗ്രഹം അഥവാ സത്യത്തിൽ ഉറച്ചു നിൽക്കൽ, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പോരാടാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ചമ്പാരൻ പ്രക്ഷോഭങ്ങൾ, ഖേഡ പ്രക്ഷോഭങ്ങൾ, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയിലെല്ലാം
ഗാന്ധിയാൽ സ്വാധീനിക്കപ്പെട്ടതും ബ്രിട്ടീഷ് രാജിനെതിരെ ശക്തമായ തരംഗങ്ങൾ സൃഷ്ടിച്ചതുമായ പ്രസ്ഥാനങ്ങളായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മായാത്ത ഭാഗമാണ് നമ്മുടെ ഗാന്ധിജി. നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കുന്ന നിരവധി പ്രത്യയശാസ്ത്രങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുകയും അവയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്തിനാണ് നമ്മൾ ഗാന്ധി ജയന്തി വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത്? നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗാന്ധി ജയന്തി ഗാന്ധിയുടെ ജന്മദിനത്തിൽ ആഘോഷിക്കുന്നു. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആഘോഷിക്കുന്നു. ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളെയും ഓർമ്മിപ്പിക്കുന്നതിനാണ് ഈ ദിവസം നാം ആഘോഷിക്കുന്നത്. ഒരു സ്വേച്ഛാധിപത്യ സർക്കാരിനെതിരെ പോരാടുന്നതിനുള്ള ഒരു ഉപകരണമായി നിസ്സഹകരണം എന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു പുതിയ ആശയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് എക്കാലത്തേക്കാളും വളരെയധികം പ്രസക്തമാണ്. എല്ലാറ്റിനുമുപരി അഹിംസയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപപ്പെടുത്തുകയും തുടർന്നുള്ള വർഷങ്ങളിൽ ലോകമെമ്പാടും വ്യാപിപ്പിക്കുകയും ചെയ്ത ഏറ്റവും മൂല്യവത്തായ പ്രത്യയശാസ്ത്രങ്ങളിൽ ഒന്നാണ്. ഗാന്ധി ജയന്തി എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? എല്ലാ വർഷവും ഒക്ടോബർ 2 രാജ്യമെമ്പാടും എല്ലാവരും ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. ദേശീയ ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഡൽഹിയിലെ രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിയെ സംസ്കരിച്ച പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കുന്നു. രാജ്യമെമ്പാടും ഗാന്ധി പ്രതിമകൾക്ക് സമീപം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്കൂളുകളും കോളേജുകളും സാംസ്കാരിക പരിപാടികളും പ്രദർശനങ്ങളും നടത്തി ഗാന്ധി ജയന്തി ദിനം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നു. ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളെയും മനസ്സിലാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രാജ്യമെമ്പാടും പ്രകടനങ്ങൾ, സംഘടിത പരിപാടികൾ, ഗാനങ്ങൾ, പ്രദർശനങ്ങൾ എന്നിവയുടെ രൂപത്തിലാണ് ആഘോഷങ്ങൾ നടത്തുന്നത്. ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രങ്ങളും സ്വാധീനവും അതിരുകൾ ഭേദിച്ചതും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, നെൽസൺ മണ്ടേല തുടങ്ങിയ നേതാക്കളെ സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി പോരാടാൻ പ്രചോദിപ്പിച്ചതുമാണ്. സമാധാനപരമായ പ്രതിരോധം, സമത്വം, വിദ്യാഭ്യാസം, സാമൂഹിക ഉന്നമനം എന്നിവയ്ക്കായുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും സേവനങ്ങളും വാദവും ഇന്ത്യൻ മണ്ണിൽ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വിഭാവനം ചെയ്ത മികച്ച ഇന്ത്യ സൃഷ്ടിക്കുന്നതിന് ഈ ആശയങ്ങൾ ആഘോഷിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ഗാന്ധി ജയന്തിയുടെ ദിനാഘോഷാശംസകൾ നേരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വിഷയവുമായി ഉടനെ വരാം.